ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ടാവുക കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ 3 ഇയർ LLB അഡ്മിഷൻസിനെ കുറിച്ചിട്ടായിരിക്കും. സോ ആ കോഴ്സിനെ കുറിച്ച്, എൻട്രൻസിനെ കുറിച്ച്, അപ്ലിക്കേഷനെ കുറിച്ച്, ഫീസ്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 5 ഇയർ LLB ഉണ്ട്, പക്ഷേ അവരുടെ 5 ഇയർ LLBയുടെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടില്ല. അത് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസും അപ്ഡേറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ എക്സ്ക്ലൂസീവ്ലി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ 3 ഇയർ LLBയെ കുറിച്ചിട്ടാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 1996 സ്റ്റാർട്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇതൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. കേരള സർക്കാർ തന്നെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. 2022 ഈ ഒരു 3 ഇയർ LLB എന്നുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. പണ്ട് മുതൽ തൊട്ട് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 5 ഇയർ LLB കോഴ്സ് ഉണ്ട്. അത് കുറച്ചും കൂടി ഓൾഡ് ആണ്. 3 ഇയർ കോഴ്സ് കുറച്ചും കൂടി പുതിയതാണ്. 2022 എന്ന് പറയുമ്പോൾ 3 വർഷം മുന്നേ മാത്രമാണ് 3 ഇയർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഈ 3 ഇയർ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മഞ്ചേശ്വരം ക്യാമ്പസ്, കാസർഗോഡ് ജില്ലയിലുള്ള മഞ്ചേശ്വരം എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കേരള ലോ എൻട്രൻസ് പോലെ മൾട്ടിപ്പിൾ കോളേജുകളൊന്നുമില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി 3 ഇയർ LLB ഓഫർ ചെയ്യുന്നത് ഒരൊറ്റ കോളേജിലാണ്. അത് ഈ പറയുന്ന മഞ്ചേശ്വരം ക്യാമ്പസാണ്. അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കാസർഗോഡിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് കോഴ്സാണ് ഈ മഞ്ചേശ്വരം ക്യാമ്പസിലുള്ളത്, എത്ര സീറ്റാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. 3 ഇയർ LLB കോഴ്സാണ് ഈ മഞ്ചേശ്വരം ക്യാമ്പസിലുള്ളത്. 66 സീറ്റാണ് ഇവർ ഓഫർ ചെയ്യുന്നത്, 66 സീറ്റ്സ്. ഈ സീറ്റ്സിൽ റിസർവേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആണ്. SC ST OBC EWS റിസർവേഷൻ എല്ലാം തന്നെ ഏതൊരു ഗവൺമെൻറ് കോളേജുകളിലും ഉള്ള പോലെ, അല്ലെങ്കിൽ ഏതൊരു ക്ലീ പോലെയുള്ള മറ്റ് ലോ എൻട്രൻസിലൊക്കെ ഉള്ള പോലെ തന്നെ ഇതിലും എന്താണ് റിസർവേഷനും കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആയിരിക്കും. ഇനി എന്താണ് ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള എലിജിബിലിറ്റി അഥവാ ക്വാളിഫിക്കേഷൻ, യോഗ്യത എന്നാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരാളാണെങ്കിൽ, ജനറൽ EWSലൊക്കെ പെട്ട ഒരാളാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി 45% മാർക്കോട് കൂടി പാസ്സാവുക. അത് ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല. 4 ഇയർ 3 ഇയർ ഡിഗ്രി ആയാലും കുഴപ്പമില്ല. ഈവൻ ഡിസ്റ്റൻസ് ഡിഗ്രി ആണെങ്കിലും, UGC അംഗീകരിച്ച ഡിസ്റ്റൻസ് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. SC ST OBC കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണെങ്കിൽ, SC ST OBC ആണെങ്കിൽ 40% മാർക്ക് മതി, 40% മാർക്ക് മാത്രം മതി. ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ 2 വർഷം മുന്നെയോ 3 വർഷം മുന്നെയോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ മുന്നേ നിങ്ങൾ ഡിഗ്രി പാസ്സായ ഒരാളാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾ, ലൈക്ക് ഡിഗ്രിയുടെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഈ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർക്ക് ഒരു പക്ഷേ എൻട്രൻസിന് ലൈക്ക് അവരുടെ ഡിഗ്രിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല പെർസെൻറ്റേജ് കാണിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് കുഴപ്പമില്ല, അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വരുന്നത്? കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷൻ വരുന്നത്. ഇത് ഞാൻ പെർട്ടിക്കുലർലി എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് കേരള ലോ എൻട്രൻസ് എഴുതിയിട്ടാണോ ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, കേരള ലോ എൻട്രൻസ് വഴിയല്ല, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. അതുവഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ക്ലീ വഴി അഡ്മിഷൻ കിട്ടുന്നത് ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം തുടങ്ങിയ പ്രൈവറ്റ് കോളേജുകളിലോട്ടാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു എൻട്രൻസ് എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആണ്, ഏത് സൈറ്റിലാണ് അപ്ലൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഇനി പറയുന്നുണ്ടാവും. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ LLBയുടെ എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 15th മെയ് ആണ് അവസാനത്തെ ദിവസം അപ്ലൈ ചെയ്യാനുള്ള. ടെസ്റ്റിന്റെ ഡേറ്റ് വന്നിട്ടില്ല, എക്സാമിന്റെ ഡേറ്റ് എന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ ജൂണിലാണ് നടത്തിയിട്ടുള്ളത്. admission.kannur.university.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ. 100 ചോദ്യങ്ങളുള്ള 100 MCQ മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ഒരു എക്സാം ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേത്. +1 -0.25 ആണ് അവരുടെ മാർക്കിംഗ് എന്ന് പറയുന്നത്. 2 മണിക്കൂറായിരിക്കും സമയം ഉണ്ടാവുക. ഒരു ഓഫ്ലൈൻ എക്സാം ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. കേരള ലോ എൻട്രൻസ് ക്ലിയർ ഒരു ഓൺലൈൻ എക്സാം ആണ്, പക്ഷേ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു ഓഫ്ലൈൻ എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 600 രൂപയാണ്. SC ST ആൾക്കാരാണെങ്കിൽ 300 രൂപ കൊടുത്താൽ മതി. ഓക്കെ. എക്സാം സെന്റർ വരുന്നത് കണ്ണൂരുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ എൻട്രൻസിനെ കുറിച്ച് ബ്രീഫ് ആയിട്ട് പറയാനുള്ള ഒരു ഡീറ്റെയിൽ. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടത്? പാസ്പോർട്ടും സിഗ്നേച്ചറും, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല DD വഴിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ UPI, ഗൂഗിൾ പേ പോലുള്ള UPI IDസും അവരെടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ, ഇനി അതല്ല അക്ഷയ പോയിട്ടാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ താല്പര്യമുള്ള കുട്ടികൾ പ്ലീസ് ടേക്ക് നോട്ട്. മെയ് 15 വരെ മാത്രമേ സമയമുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. എക്സാമിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല, ജൂണിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കേരള ലോ എൻട്രൻസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള മറ്റ് ലോ എൻട്രൻസുകൾ നോക്കുന്ന ഒരാളാണെങ്കിൽ, 3 ഇയർ ആസ് വെൽ ആസ് 5 ഇയർ നോക്കുന്ന ഒരാളാണെങ്കിൽ
അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ചസ് നമ്മൾ ലീഡ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈൻ ക്രാഷ് ബാച്ചസ് അവൈലബിൾ ആണ്. സോ ക്ലീ, കണ്ണൂർ, ക്യുസാറ്റ്, ജാമിയ മില്ലിയ അല്ലെങ്കിൽ മറ്റ് നാഷണൽ സ്റ്റേറ്റ് ലെവൽ എക്സാംസ് എയിം ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓൺലൈനോ ഓഫ്ലൈനോ ഏത് കോച്ചിങ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ലോ കോളേജിൽ കയറണം എന്നാണ് നിങ്ങളുടെ ഡ്രീം എങ്കിൽ ഡു ജോയിൻ അവർ കോച്ചിങ് ബാച്ച്. ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. കോച്ചിങ് എടുക്കുന്നതിന്റെ മുന്നേ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഫ്രീ ഡെമോ ക്ലാസ് എടുക്കാം. ആ ഫ്രീ ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോച്ചിങ്ങിന് ജോയിൻ ചെയ്താൽ മതി. ഡെമോ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബാച്ചിനെ കുറിച്ചോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡെമോ ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ഫില്ല് ചെയ്തിട്ട് ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് ഡെമോ ക്ലാസ് എടുക്കാം. ആ ഡെമോ ക്ലാസ് കണ്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓൺലൈനോ ഓഫ്ലൈനോ ബാച്ചോ ചൂസ് ചെയ്താൽ മതി. ഇനി ബാച്ചസിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. LLB ആസ് എ കോഴ്സിനെ കുറിച്ചും അതിന്റെ കരിയേഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലും നിങ്ങൾക്ക് കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം, വാട്സപ്പ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും ലോ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ലോ കോളേജിലോട്ട് കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കാം. സോ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു എൻട്രൻസ് എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ കേരള ലോ എൻട്രൻസ് ഒന്നും വിളിച്ചിട്ടില്ല, പക്ഷേ വരും ദിവസങ്ങളിലൊക്കെ കേരള ലോ എൻട്രൻസ് വിളിക്കുന്നതായിരിക്കും. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ മേക്ക് ഷുവർ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് അക്കാഡമി ഉണ്ടായിരിക്കും. സോ കോച്ചിങ്ങോ മറ്റോ ഒക്കെ നോക്കുന്ന കുട്ടികളാണെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു. മറ്റ് കോളേജുകളെ കുറിച്ചും അവരുടെ എൻട്രൻസ് എക്സാമിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. സോ മേക്ക് ഷുവർ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോ ആസ് എ കരിയർ LLB ലോ കോളേജുകൾ അതൊക്കെ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു എവ്രി വൺ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ എവ്രി വൺ.